ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. വയറൊക്കെ നിറച്ച അപ്പം കൊടുത്തു. മനസ്സിലായോ? അപ്പമൊക്കെ കഴിച്ചു സന്തോഷമായിട്ട് ഇവരിയ്ക്കുമ്പോൾ ശിഷ്യന്മാർക്കൊന്ന് നമ്മൾ ഒരു ഉച്ചയ്ക്കൊക്കെ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഊണ് ആരെങ്കിലും തന്നാലോ, പിന്നെ നമുക്ക് എന്തോ ആഗ്രഹം, ഒന്ന് കിടന്നുറങ്ങണം, ഒന്ന് റെസ്റ്റ് എടുക്കണം അല്ലേ? അങ്ങനെ ഇവർ തീരുമാനിച്ചിരിക്കുമ്പോൾ കർത്താവ് പറയുക അവരെ അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചെന്ന്. ആരെയാ നമ്മൾ നിർബന്ധിക്കേണ്ടി വരുന്നത്? ആരെയാ നിർബന്ധിക്കേണ്ടി വരുന്നത്? ഇഷ്ടമല്ല, ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ ഇപ്പോഴും നിർബന്ധിക്കുന്നത്. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, പക്ഷെ ചെയ്യാൻ താല്പര്യമില്ല. അവർ പറഞ്ഞിട്ടാണ് കർത്താവേ ഞങ്ങൾ ഇവിടുന്ന് കിടന്നോട്ടെ. പ്രത്യേകിച്ച് ഞാൻ ചിന്തിക്കുന്നത് പത്രോസ് പറഞ്ഞതാണ്. കാരണം പത്രോസിന് ഒരു കുടുംബം ഉണ്ടല്ലോ. അപ്പൊ അവിടെ പറയുന്നുണ്ട് 12 കൊട്ട എന്ത് ചെയ്തു? നിറച്ചെടുത്തു. ഈ 12 കൊട്ട നിറച്ചെടുത്ത് 12 ശിഷ്യന്മാർക്കായിരിക്കണമല്ലോ. അപ്പൊ പത്രോസ് പറഞ്ഞതാണ് കർത്താവ് ഞാൻ വീട്ടിലൊന്ന് പോയി അല്ലെ എന്റെ കുടുംബത്തിന് പോയി അപ്പമൊക്കെ ഒന്ന് കൊടുത്തിട്ട് വരട്ടെ, ഇപ്പൊ പോകാൻ താല്പര്യമില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു ഇല്ല പത്രോസ്, നീ പോയേ പറ്റൂ. ഇതാണ് നിർബന്ധം, പോയേ പറ്റൂ. എന്തിന് ഇത്രയും നിർബന്ധിച്ച് ഞാൻ ചിന്തിച്ചു. കർത്താവിന് മനസ്സിലായി ഈ അപ്പമൊക്കെ കിട്ടുമ്പോ കർത്താവേ എന്ന് വിളിക്കാൻ എളുപ്പം. കർത്താവേ വിശക്കുന്നു, കർത്താവേ അപ്പം താ. അപ്പത്തിന് വേണ്ടി കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട് ഇവര്. കർത്താവിന് മനസ്സിലായി ഇതിന്റെ അർത്ഥം മനസ്സിലാകാതെ ഇവര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവിന് ഇവർ നമ്മുടെ ഹൃദയം അറിയാമല്ലോ. അതാ ഞാൻ ഈ പറയുന്നത്, കർത്താവിന് നമ്മുടെ ഹൃദയത്തിന്റെ നിലവുകളും ചിന്തകളും അറിയാം. നമ്മൾ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ മറഞ്ഞിരിക്കുന്നത് കർത്താവിന് അറിയാം. കർത്താവിന് മനസ്സിലായി ഇവര് വാഗൊണ്ടേ വിളിക്കുന്നുള്ളൂ. അപ്പം കിട്ടുന്ന സന്തോഷത്തിന് വിളിക്കും, എന്നാൽ അപ്പം കിട്ടിക്കഴിഞ്ഞ് വീണ്ടും അർത്ഥം അറിയത്തില്ല. പ്രശ്നം വരുമ്പോൾ വീണ്ടും തളർന്നു പോവാം. ഇങ്ങനെ ഇരിക്കുന്ന അവരെയാണ് കർത്താവ് നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നത്. ഈ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടപ്പോൾ സംഭവിച്ചൊരു കാര്യം നിങ്ങൾക്കറിയാം. കാറ്റും മഴയും ഒക്കെ കൊണ്ട് പ്രതികൂലമായി. അവിടെ സംഭവിക്കുന്നത് കാറ്റ് പ്രതികൂലമാകൊണ്ട് എന്ത് തിരകളാൽ വലഞ്ഞു വീഴാൻ പോവാം. അപ്പോൾ അതാണ്ട് യേശു ഇവരുടെ അടുക്കിലേക്ക് 4-ാം യാമത്തിൽ അടുത്ത് വരിക. അടുത്ത് വരുമ്പോൾ ഇവര് വിളിക്കുക ഭൂതമാണ്. അപ്പൊ ഓർത്തേ ഇത്രയും നേരം വിളിച്ചതാരെന്ന് എങ്ങനെയായിരുന്നു പേര്? കർത്താവേ എന്നല്ലേ? നിങ്ങൾക്കറിയാമല്ലോ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നിടത്തൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ പറയുന്നുണ്ട് യേശു അവരോട് ഭക്ഷണം കൊടുക്കാൻ പറയുമ്പോഴും അവർ പറയുന്നുണ്ട് ബുദ്ധിമുട്ടാ, ഞങ്ങൾ എവിടെ പോയി കൊടുക്കും. ഇവർക്ക് ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സംസാരിക്കാതിരിക്കുന്ന ആൾക്കാരൊന്നും അല്ല, കർത്താവുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നവരാ, കർത്താവിൽ നിന്ന് പ്രാപിച്ചവരാ, തൃപ്തിപ്പെട്ടവരാ. അവിടെ എഴുതിയിട്ടുണ്ട് തൃപ്തിപ്പെട്ടെന്ന്. അവർക്ക് തൃപ്തരാക്കിയതാ കർത്താവരെ. ഇതെല്ലാം ചെയ്ത് കിട്ടിയിട്ട് കർത്താവ് അവരുടെ മുമ്പിൽ നടന്നു വരുമ്പോൾ വിളിക്കുന്ന പേരെന്താന്ന് കേട്ടോ? ഭൂതം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുണ്ട്. കർത്താവ് എത്ര നന്മകൾ ചെയ്താലും, കർത്താവ് എത്ര വിടുതലുകൾ തന്നാലും, എത്ര പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി തന്നാലും, അടുത്ത പ്രശ്നം മുമ്പിൽ വരുമ്പോ പറയും ശരിക്കും ഈ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ശരിക്കും ഈ പ്രാർത്ഥനയൊക്കെ ഇരുന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഞാൻ കരയുന്ന കണ്ണുനീര് വല്ലതും കർത്താവ് കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റയ്ക്കാന്ന്, അല്ലെങ്കിൽ എന്നെ ഇത്രയും പ്രശ്നത്തിനകത്ത് കൊണ്ട് ഇടത്തില്ലല്ലോ. നമ്മൾ ഭൂതമെന്ന് നേരിട്ട് വിളിച്ചില്ലേലും ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സംശയങ്ങളും കർത്താവിനെ വേദനിപ്പിക്കുമെന്ന് ഓർത്ത് നോക്കി. നിങ്ങളൊന്ന് ഓർത്ത്, ഞാനായിരുന്നെങ്കിൽ ചങ്ക് പൊട്ടിയേനെ. എന്തുവാന്നറിയോ? മക്കളെ, നിങ്ങൾക്ക് അപ്പം വാഴ്ത്തി തന്ന കർത്താവല്ലേ മുമ്പിൽ നിൽക്കുന്നേ, എന്നെ ഭൂതം എന്നൊക്കെ വിളിക്കാവോ? ആരാന്ന് വേണേ ചോദിക്കാം. നമ്മുടെ സാമാന്യ മര്യാദയ്ക്ക് നാട്ടിലൊക്കെ ഓർമ്മയുണ്ട്, സന്ധ്യയായി കഴിഞ്ഞാൽ അപ്പച്ചന്മാർ അമ്മച്ചിമാർ ആരെങ്കിലും കഥകെ കൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും ആരാ? ശബ്ദം കേട്ടില്ലേ? മനസ്സിലായില്ലെന്ന് പറയും. നിങ്ങൾ ഇതാരാ? ഭൂതമാണോ പുറത്ത് നിൽക്കും? നിങ്ങൾ ചോദിക്കൂ? ചോദിക്കത്തില്ല. ഇവരെന്ത് ധൈര്യത്തില് ചോദിക്കുന്ന ഭൂതമാണോ? ആരോടാ? മക്കളെ, ഈ കൈ കൊണ്ടല്ലേ അപ്പ ഇപ്പൊ വാഴ്ത്തി നുറുക്കി തന്നത്. പക്ഷെ കാര്യത്തോടടുക്കുമ്പോ അറിയോ ഉള്ളിൽ എന്താ ഇരിക്കുന്നതെന്ന്. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഗുരുതരാകുന്ന എന്തിനാണെന്നറിയോ? അകത്തുള്ളതൊക്കെ കർത്താവ് പുറത്തെടുപ്പിക്കും. അകത്ത് കിടക്കുന്ന സംശയങ്ങളെല്ലാം പുറത്ത് വരുന്ന പ്രശ്നം വരുമ്പോഴാണ്. അല്ല, എല്ലാം നന്നായി നടക്കുമ്പോൾ നമ്മൾ നല്ല വിശ്വാസികളാണ് നമുക്ക് കാണിക്കാൻ എളുപ്പമാണ്. പാട്ടുപാടാൻ മുമ്പിലുണ്ട്, പ്രാർത്ഥിക്കാൻ മുമ്പിലുണ്ട്, പ്രസംഗിക്കാൻ മുമ്പിലുണ്ട്, വചനം വായിക്കാൻ മുമ്പിലുണ്ട്. ഒരു പ്രശ്നം വന്ന് നോക്കട്ടെ. ഇന്നലെ ഞാൻ ഇപ്പോഴും പറഞ്ഞൊരു കാര്യം, ശരിക്കും ഞാൻ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷം കടന്നു പോയപ്പോഴേ എനിക്കത് മനസ്സിലായത്. എന്റെ ജീവിതത്തിൽ അതുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. പ്രസംഗിക്കാൻ എന്ത് എളുപ്പമായിരുന്നറിയോ? വിശ്വാസത്തെക്കുറിച്ചും കഷ്ടതയെ പിടിച്ചു നിൽക്കണമെന്നൊക്കെ. കഴിഞ്ഞ വർഷം എന്റെ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, മോളെ കഴിഞ്ഞ 2 വർഷം. അപ്പൊ എന്നെ ഇരുത്തിയത് എന്തിനാണെന്നറിയോ? ഒരു മീറ്റിംഗും ഇല്ല. എനിക്കിന്നും ഓർമ്മയുണ്ട്, സിബിൻ പാസ്റ്റർ എന്നെ വിളിച്ചു ഒരു പ്രാവശ്യം. ഞാൻ പറഞ്ഞു പാസ്റ്റർ എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ട് പാസ്റ്റർ, ഒരു വാക്ക് സംസാരിക്കും 10 വട്ടം ഞാൻ ചുമയ്ക്കും. സംസാരിക്കാൻ പറ്റുന്നില്ല ദേവദാസനെ.
മീറ്റിങ്ങുകളൊന്നും എടുത്തില്ല. അന്ന് കർത്താവ് ചെയ്തൊരു പരിപാടിയുണ്ട്. എന്നെ ഇവിടെ പിടിച്ച് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഞാൻ വീടിനകത്ത് ഒറ്റയ്ക്ക് ശ്വാസം മുട്ടിയിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ പ്രസംഗിച്ച പ്രസംഗങ്ങൾ പോയിരുന്ന് കേൾക്കാൻ പറഞ്ഞു. പോയിരുന്ന് കേട്ടപ്പോഴാണ് ഞാൻ എന്നെ തന്നെ നോക്കിയിട്ട് എന്തോ വീരത്തോടായിരുന്നു പ്രസംഗിക്കുന്നത്. കഷ്ടതയുടെ നടുവിൽ നടക്കുമ്പോൾ നിങ്ങൾ തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, എഴുന്നേക്കണം, വിശ്വാസം പറയണം. അപ്പൊ കർത്താവ് എന്നോട് ചോദിച്ചു, നീ കേട്ടു. കർത്താവിനോട് ചോദിച്ചു, ഇപ്പൊ നിനക്ക് വിശ്വാസം ഉണ്ടോ? അപ്പോഴത്തെ എന്റെ പ്രശ്നം എന്താ പറയുക, കർത്താവ് എനിക്കൊന്ന് ഇച്ചിരി ശ്വാസം എന്താ, ഞാൻ മരിച്ചു പോവോ എന്നൊക്കെയുള്ള ചിന്തയാ. അപ്പൊ കർത്താവിനോട് ചോദിച്ചു, ഈ ചോദ്യം ചോദിച്ചു, പ്രസംഗിക്കാൻ എളുപ്പമാക്സ, പക്ഷേ നിന്റെ ജീവിതത്തിൽ ഇപ്പൊ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അതെന്റെ വിശ്വാസത്തെ എന്നെ തന്നെ ധൈര്യപ്പെടുത്താൻ കർത്താവ് എനിക്കിടയാക്കി തീർത്തു. പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തി. ഞാൻ പ്രസംഗിച്ച വചനത്തിൽ കൂടെ തന്നെ കർത്താവ് എന്നോട് വീണ്ടും തിരിച്ച് സംസാരിച്ചു. അങ്ങനെ ധൈര്യപ്പെട്ട് മുന്നോട്ട് പോയത്. ദൈവമക്കളെ, ഏതാ ഞാൻ പറയുന്നത്, പ്രസംഗിക്കാൻ എളുപ്പമാ, പക്ഷെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ വരുമ്പോഴാ സംശയമുണ്ടോ, നമ്മൾ ശരിക്കും കർത്താവിനെ സംശയിക്കുന്നുണ്ടോ എന്ന് അറിയുന്നത്. ഇവിടെ കർത്താവിനോട് പറയുമ്പോ അവിടത്തോണം ഭൂതം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ ഉടനെ നമുക്കറിയാലേ, എവർ റെഡി ആയിട്ട് ഒരാൾ അവിടെ നിൽപ്പുണ്ട്, ഇപ്പോഴും നമ്മളെ പോലെ, പത്രോസ്. ഉടനെ പറയാം, കർത്താവ് പറയുന്നൊരു കാര്യം, ധൈര്യപ്പെടുവി, ഞാൻ ആകുന്നു. കർത്താവ് പറഞ്ഞ പ്രശ്നത്തിന്റെ നടുവിൽ, മോളെ നീ പേടിക്കണ്ട, ഈ പ്രശ്നത്തിന്റെ നടുവിൽ ഞാനുണ്ട്. ഇന്ന് ചിലരോട് കർത്താവ് പറയാ, ശരിയാ, നിനക്ക് എന്നെ സംശയമുണ്ട്, കർത്താവ് പ്രവർത്തിക്കുമോ എന്ന് സംശയമുണ്ട്, ഈ വിഷയം എങ്ങനെ ഞാൻ തരണം ചെയ്യും, ഫേസ് ചെയ്യുമെന്ന് നിനക്ക് സംശയമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ചിലരോട് പറയാം, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, ഞാനുണ്ട് ഈ പ്രശ്നത്തിന്റെ നടുവിൽ. പ്രശ്നത്തിൽ ഒറ്റക്കിട്ടിട്ടല്ല, ഞാൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ശരിയാ, പക്ഷെ കാറ്റ് പ്രതികൂലമായപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് യാത്ര തിരിച്ചു പ്രതികൂലത്തിന്റെ മുകളിൽ കൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുക. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഞാൻ കൂടെ ഉണ്ടെന്ന്. അതുകൊണ്ട് കർത്താവ് പറയാ, ധൈര്യപ്പെടുവി, ഞാൻ ആകുന്നു. ഇനി കർത്തൃത്വം നടത്തുന്ന ആളുടെ പ്രവൃത്തി എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുക, പത്രോസ് ഞാൻ ആകുന്നെന്ന് കർത്താവ് പറഞ്ഞ ഉടനെ പത്രോസിന്റെ വാക്ക് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? കർത്താവേ നീ ആകുന്നുവെങ്കിൽ. ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാമോ? പത്രോസ് പറയും, കർത്താവേ നീ ആകുന്നുവെങ്കിൽ എന്ന് വെച്ചാൽ, ഇത് കർത്താവ് പറഞ്ഞതെങ്കിൽ സിസ്റ്ററെ ഞാൻ ചെയ്യാം. മനസ്സിലായോ? കർത്താവിന്റെ ഹിതമാണെങ്കിൽ ഞാനൊന്ന് നോക്കാം, കർത്താവാണ് ശരിക്കും പറഞ്ഞതെങ്കിൽ ഞാൻ ചെയ്യാം. ദൈവാത്മാവാണോ പറഞ്ഞതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം. ഇതൊക്കെ നമ്മുടെ സംശയമാണ്, ക്ലിയർ അല്ലത്. കർത്താവെ നീ ആകുന്നുവെങ്കിൽ, ഈ പ്രശ്നം അങ്ങ് അറിഞ്ഞ വന്നതെങ്കിൽ എനിക്കൊരു കൺഫർമേഷൻ കൂടെ തരാമോ എന്നൊക്കെ ചോദിച്ച് പ്രാർത്ഥിക്കുന്നവരെ എനിക്കറിയാം. കർത്താവിന്റെ അടുക്ക പത്രോസ്, കർത്താവെ നീ ആകുന്നുവെങ്കിൽ. അപ്പൊ തന്നെ കർത്താവിന് മനസ്സിലായി, മോനെ നിനക്കിപ്പോഴും ആദ്യം ഭൂതം എന്ന് പറഞ്ഞു, അല്ല ആദ്യം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, നീ അത് കഴിച്ചവനാ, നിന്റെ വീട്ടിൽ കൊടുക്കാനുള്ള ഒരു കൊട്ട ദേ റെഡിയാക്കി വെച്ചേക്കുക, എല്ലാം നിറഞ്ഞു തന്നതാ ഞാൻ. അത് കഴിഞ്ഞപ്പോ ദേ തിര വന്നപ്പോൾ നീ എന്നെ ഭൂതം എന്ന് പറഞ്ഞു, അല്ല ഞാൻ ആണെന്ന് പറഞ്ഞു, നിന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു ഞാൻ ആണെന്ന്. എന്നിട്ട് നീ എന്റെ മുഖത്ത് നോക്കി ചോദിക്കുക, കർത്താവേ നീ ആകുന്നുവെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോഴും അങ്ങോട്ട് ധൈര്യപ്പെടാൻ പറ്റുന്നില്ല. കർത്താവെ നീ ആകുന്നുവെങ്കിൽ. കർത്താവിന് ചിലർ പ്രാർത്ഥിക്കുന്ന എന്നോട് പറഞ്ഞിട്ടുണ്ട്, സിസ്റ്ററെ ദൈവത്തിന് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് വിടുവിക്കാൻ പറയൂ. ദൈവമക്കളെ, നമ്മൾക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ദൈവത്തിന് പറ്റുമെങ്കിലെന്ന്. അപ്പൊ ദൈവത്തിന് എവിടെയാ ലിമിറ്റ് ഉള്ളതെന്ന് പറഞ്ഞേ. കർത്താവിന് ഏത് കാര്യം ചെയ്യാൻ പറ്റത്തില്ലെന്നാ നിങ്ങൾ ചിന്തിച്ചു വെച്ചേക്കുന്നത്? മരിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റത്തില്ല. ഏറ്റവും പറ്റാത്ത ഒരു കാര്യം ഈ ഭൂമിയിൽ എന്തോ, മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലേ? വേണ്ട, മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ പറയില്ല സിസ്റ്റർ അത് പറ്റൂന്ന് പറഞ്ഞാൽ തന്നെ, മനുഷ്യർക്ക് പറ്റും, ടെക്നോളജി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. എസ്കേൽ 37 വർഷങ്ങളായിട്ട് ഉണങ്ങി കിടന്ന അസ്ഥികൾ, വർഷങ്ങൾക്ക് മുമ്പ് കിടന്നതാ, ചിന്നി ചെതറി കിടക്കും അസ്ഥികൾ. അതും വെറും അസ്ഥിയല്ല, ഉണങ്ങിയ അസ്ഥി, ഇനി ഒരു ജീവന് ശേഷിച്ചിട്ടില്ലാത്ത അസ്ഥി. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ദൈവം ചോദിക്കുക. എന്ന് വെച്ചാൽ എന്നാ, ഈ ലോകത്ത് ഒരു മനുഷ്യനും അസ്ഥികളെ കൂട്ടി യോജിപ്പിച്ച് ഒരു സ്കെൽട്ടൽ സിസ്റ്റം ഉണ്ടാക്കി അതിനെ മാംസം വെപ്പിച്ച് അതിനകത്ത് ഞരമ്പുകൾ വെപ്പിച്ച് അതിനകത്ത് രക്തധമനികൾ വെച്ച് അതിനകത്ത് രക്തമൂതി അതിനകത്ത് ഓക്സിജൻ കൊടുത്ത് അതിനകത്ത് ജീവൻ കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ടെക്നോളജി ഭൂമി വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. കർത്താവ് പറയാ, എനിക്കൊരു കാറ്റ് മതി ഇതിനെ ജീവിപ്പിക്കാൻ.
മനസ്സിലാവുന്നുണ്ട്? ഇന്ന് നിന്റെ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കാൻ കർത്താവ് പറയുക, നീ വിശ്വാസത്തോടെ പ്രവചിച്ചാൽ ആ പ്രവചനം നടന്നിരിക്കും. കാരണം കർത്താവ് പറയാ, എനിക്ക് കഴിയുമെങ്കിലോ എന്നല്ല, ഞാൻ ആണോ എന്നല്ല. കർത്താവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പത്രോസെ നീ അറിഞ്ഞിട്ടില്ല. കർത്താവിന് അപ്പം മനസ്സിലായി, ഇവൻ കർത്താവ് എന്ന് വിളിക്കുന്നേ ഉള്ളൂ, അർത്ഥം മനസ്സിലാക്കിയിട്ടില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ശരിക്കും പല ദൈവദാസന്മാരും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ളത്, അവൻ പ്രതികൂലത്തെ നോക്കി കർത്താവിൽ നിന്ന് കണ്ണു മാറ്റി എന്നൊക്കെയാണെങ്കിലും പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. കർത്താവെ നീ ആകുന്നുവെങ്കിൽ എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, ഓ ഡൗട്ട് ഉണ്ടല്ലേ, ഒരു കാര്യം ചെയ്യാം, നിന്റെ വിഷൻ ഒന്ന് ഞാൻ മാറ്റിത്തരാം. അതായത് നിന്റെ ആംഗിൾ, നിന്റെ പോയിന്റ് ഓഫ് ആംഗിൾ ഞാനൊന്ന് മാറ്റി നിന്നെ പഠിപ്പിക്കാൻ, ഞാൻ ആണോ അല്ലയോ എന്ന് വെച്ചാൽ ഞാൻ പറയാം. വെള്ളത്തിന്റെ മുകളിൽ കർത്താവിനൊപ്പം, കർത്താവ് ഇവിടെ, പത്രോസ് ഇവിടെയാണെങ്കിൽ മുഖാമുഖം കാണുമ്പോൾ അവന് മനസ്സിലാവുന്നില്ല കർത്താവാണെന്ന്. അതുകൊണ്ടാണ് കർത്താവാണെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞ, കർത്താവെ നീ ആകുന്നുവെങ്കിൽ. അപ്പൊ കർത്താവ് പറഞ്ഞു, നമുക്ക് സ്ഥലം ഒന്ന് മാറ്റാം, ആംഗിൾ ഒന്ന് മാറ്റി നോക്കാം, വെള്ളത്തിനടിയിൽ പോയിട്ട് നീ എന്നെ ഒന്ന് നോക്കാൻ. മനസ്സിലായോ? ഞാൻ പറഞ്ഞ ശരിക്കും കർത്താവ് തന്നെ അവനെ മുക്കിയെന്ന്. എന്ന് വെച്ചാ ഒന്ന് ശരിക്കും മാനസാന്തരപ്പെടാൻ വെള്ളത്തിനടിയിൽ പോ, ഒന്ന് സ്നാനപ്പെട്ട് നീ പൊങ്ങി വാ. നീ ഒന്ന് ശരിക്കും ഒന്ന് സ്നാനപ്പെട്ടേ പത്രോസേ, വെള്ളത്തിനടിയിലോട്ട് ശരിക്കും ഒന്ന് നീ പൊക്കേ. വെള്ളത്തിന്റെ അടി പോയിട്ട് ആ ആംഗിളിൽ അവൻ യേശുവിനെ ഒന്ന് നോക്കി. അപ്പൊ നോക്കിയപ്പോ കർത്താവ് താണ്ട് നിൽക്കുന്നു. സകല ചരാചരങ്ങളെയും ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയ കർത്താവായ യേശു ക്രിസ്തു അവന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ, ഇനി എന്താന്നുള്ള വിളിയൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. അടുത്ത വിളി നിങ്ങൾ കണ്ടോ? അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, 29 കൂടെ കൂട്ടി വായിക്കാം. കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടത് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. കർത്താവെ നീ ആകുന്നുവെങ്കിൽ കൽപ്പിക്കണം. അപ്പൊ അവനറിയാം, കർത്താവ് ആണെങ്കിൽ ഒന്ന് കൽപ്പിച്ചാൽ എനിക്കൊന്ന് ട്രൈ ചെയ്യാം, ഡൗട്ട് ഉണ്ടെങ്കിൽ. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ചു മുങ്ങിത്തുടങ്ങി. അടുത്തത്, കർത്താവേ എന്നെ രക്ഷിക്കണമേ. അവിടെ അവൻ പ്രാർത്ഥിച്ചോ, കർത്താവേ നീ ആകുന്നുവെങ്കിൽ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞോ? ഇല്ല. കാരണം വെള്ളത്തിൽ മുങ്ങി, ആ മുങ്ങലിൽ അവൻ കർത്താവിനെ കണ്ടു. അപ്പം മനസ്സിലായി, അയ്യോ കർത്താവെ നീ ആകുന്നുവെങ്കിൽ വിളിച്ചാൽ പറ്റത്തില്ല, ഇത് ശരിക്കും എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്ന കർത്താവ് തന്നെ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. അവിടെ കർത്താവെ നീ ആകുന്നുവെങ്കിൽ എന്നല്ല, ഉടനെ അവൻ വിളിക്കുക, കർത്താവെ എന്നെ രക്ഷിക്കണം. ആ വിളിയിൽ കർത്താവ് ചെയ്തെന്താ? ഉടനെ, ആ വാക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു, യേശു ഉടനെ കൈ നീട്ടി. ഞാൻ വിശ്വസിക്കുന്നു അവൻ കർത്താവെ നീ ആകുന്നുവെങ്കിൽ എന്റെ കൈ പിടിക്കണമെന്ന് പറഞ്ഞിരുന്നത്, ഞാൻ തുറന്നു പറയാം, കർത്താവ് ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് അവനെ മുക്കിയേനെ, വേറൊരു ആംഗിൾ കൂടെ കാണിച്ചു കൊടുത്തേനെ. ചില ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ തുടക്കത്തിൽ തന്നെ കർത്താവിന്റെ കർത്തൃത്വം മനസ്സിലാക്കിയാൽ അധികം ആഴത്തിലേക്ക് ആ വിഷയം പോകത്തില്ല. എന്നാൽ കർത്താവിനെ മനസ്സിലാക്കാത്ത ചിലരോട് കർത്താവ് പറയുക, വിഷയത്തിന്റെ നടുവിൽ ഞാൻ ആരെന്നും എന്റെ കർത്തൃത്വം എന്തെന്നും മനസ്സിലാക്കേണ്ടതിന് പ്രശ്നം ഒന്ന് ഗുരുതരമായെന്നിരിക്കും. അതിന്റെ അർത്ഥം കർത്താവ് കൈ വിട്ടിട്ടില്ല. ചിന്തിക്കരുത് കർത്താവ് കൈ വിട്ടെന്ന്. കൂടെ അപ്പോഴും നിൽക്കുക കർത്താവ്. വെള്ളത്തിൽ മുങ്ങുമ്പോഴും കർത്താവ് അവിടെ തന്നെ നിപ്പുണ്ട്. കർത്താവ് പറയാ, ഞാനുണ്ട് പത്രോസേ. കർത്താവെ നീ എപ്പോൾ പത്രോസ് വിളിച്ചു ഉടനെ പറയും, യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. എന്നിട്ട് പറയുക, അല്പവിശ്വാസിയെ നീ എന്തിനെ സംശയിച്ചു? അപ്പൊ ശരിക്കും കർത്താവ് ട്രീറ്റ് ചെയ്ത് എന്താണെന്നറിയാം? അവിടെ അവന്റെ സംശയമാണ്. ഇന്ന് ചിലരോട് കർത്താവ് പറയാ, നിങ്ങളുടെ വിഷമം, അതായത് ഓൾറെഡി പ്രശ്നത്തിനകത്തായിരുന്നു, പക്ഷെ ഇപ്പൊ കേൾക്കുന്ന ചിലരുണ്ട് പറയാം, സിസ്റ്റർ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം പ്രശ്നത്തിന് നടുക്ക് നിൽക്കുക, ഞാൻ അതിനകത്ത് മുങ്ങി തുടങ്ങുക. കർത്താവ് പറയുക, മോളെ ഇപ്പൊ മുങ്ങാൻ കാരണം നിന്റെ സംശയമാണ്. നീ കർത്താവെ കർത്താവെ എന്നെ വിളിക്കുന്നുണ്ടെങ്കിലും ആണോ എന്ന് സംശയത്തിലാ വിളിക്കുന്നത്. എന്നാൽ നീ എപ്പോൾ ഞാനാണ് നിന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നതെന്ന് ഉറപ്പോടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ വിശ്വസിച്ച് വിളിക്കുന്നു, അപ്പൊ കർത്താവ് പറഞ്ഞ അതിനെ കൈനീട്ടി അതിനകത്ത് രക്ഷിക്കാം. ഇന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവെ അങ്ങാണ് എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നത്, ഞാൻ അത് വിശ്വസിക്കാൻ തയ്യാറാണ്. പെട്ടെന്ന് ഒരു വ്യക്തിയും കൂടെ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുക. ഇന്ന് രാവിലെ ഞാൻ എന്റെ ഡെയിലി മെഡിറ്റേഷനിൽ വായിച്ചൊരു വാക്യം, അതെന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഞാൻ അത് വാക്യങ്ങളൊന്നും വായിക്കുന്നത് പെട്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞു പോവാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം, അവിടെ ഒരു കുരുടന്റെ കാര്യം പറയുന്നുണ്ട്. ശിഷ്യന്മാർ വന്നിട്ട് പറയാ, ഇവൻ ഇങ്ങനെ കുരുടനായി ജനിക്കാൻ കാരണം അവന്റെ അപ്പനാണോ അമ്മയാണോ അവന്റെ പാപമാണോ? അപ്പൊ കർത്താവ് പറഞ്ഞ അല്ല, ദൈവപ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിന്. അപ്പൊ ചിലരുടെ ജീവിതത്തിന്റെ കഷ്ടത ദൈവം അലൗ ചെയ്യുന്ന എന്തിനാണെന്നറിയോ? ദൈവപ്രവൃത്തി വെളിവാകേണ്ടതിന്.
അതായത് കടലിൽ നടക്കാൻ പറ്റുമെന്ന് ലോകത്ത് പ്രൂവ് ചെയ്ത വ്യക്തി ആരാന്നറിയോ? പത്രോസാ. യേശു കഴിഞ്ഞാൽ കടലിൽ നടന്നിട്ടുള്ള ഒരൊറ്റ വ്യക്തിയുള്ളൂ. ആരാ? പത്രോസ്. ഞാൻ ചിലർ വെള്ളത്തിൽ നടക്കുന്ന കണ്ടിട്ടുണ്ട്, അങ്ങനെ നടന്ന് മാജിക് ഒക്കെ കാണിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ കഴുത്തിന്റെ പുറകിൽ എന്തുണ്ടെന്നറിയോ? ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, കാണാൻ പറ്റാത്ത കയറ്. ഇത് കാണാൻ പറ്റാത്ത കയറല്ല, ദൈവശക്തിയാ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഈ കർത്താവേ എന്നുള്ള പേര് പറയാൻ എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല. അതും കൂടെ ഞാനൊന്ന് പറയാം, എന്നാലേ അത് ആ വചനം പൂർണ്ണമാവത്തുള്ളൂ. കർത്താവേ കർത്താവേ എന്ന് എല്ലാവർക്കും പറയാൻ പറ്റത്തില്ല, അതാ പ്രശ്നമാ. ചിലർ പറയും, സിസ്റ്റർ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ കർത്താവേ എന്ന് പറയും, പക്ഷെ എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് സറണ്ടർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നവർക്കൊരു വചനം കൂടെ ഞാൻ പറയാം. നമ്മൾക്ക് ആ വചനം ഒന്ന് വായിക്കാം, ഞാൻ പെട്ടെന്ന് ഒന്ന് പറയാവേ. 1 Corinthians 12:3. 1 Corinthians 12:3. അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ വചനത്തിലേക്ക് വരാം. 1 Corinthians 12:3 ഇങ്ങനെയാണ് പറയുന്നത്: പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. അതെന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. യേശുവിനെ കർത്താവെന്ന് വെറുതെ പറയാൻ പറ്റുന്നവരുണ്ട്, ചുമ്മാ അങ്ങ് പറയുക. പക്ഷെ കർത്തൃത്വം നടത്തുന്നവനെ, ആ വാക്കിന്റെ അർത്ഥം ഒന്ന് ഓർത്തപ്പോ നിങ്ങൾ പറയും, സിസ്റ്റർ ഞാൻ അഭിഷേകം ഒന്നും പ്രാപിച്ചിട്ടില്ല, പരിശുദ്ധാത്മാവിനൊന്നും പ്രാപിച്ചിട്ടില്ലല്ലോ, പക്ഷെ ഞാൻ കർത്താവ് എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കരുത്. ഹിന്ദുക്കൾ കർത്താവ് എന്ന് പറയുന്നുണ്ടല്ലോ, ആ പറച്ചിലല്ല. അപ്പൊ ഓർക്കണം, ഇത് പറയാൻ എന്തു വേണം? ഒരു അഭിഷേകം വേണോന്ന്, പരിശുദ്ധാത്മാവ് വേണോന്ന്. പരിശുദ്ധാത്മാവ് എന്തിനെ കുറിച്ച് ബോധം വരുത്തും? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. സത്യം എന്തെന്ന് തിരിച്ചറിയിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഹൃദയത്തിൽ പരിവർത്തിക്കാൻ തുടങ്ങിയാൽ അവൻ പറയുന്നത് ഇങ്ങനെയാ, വെറുതെ അല്ല വാക്ക് കർത്താവ് എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവനാ. അതുകൊണ്ടാ പറയാ പരിശുദ്ധാത്മാവ് അല്ലാതെ ആർക്കും ഇത് പറയാൻ പറ്റത്തില്ലെന്ന്. ഹല്ലേലൂയ. അടുത്തൊരു വാക്യം കൂടെ ഞാൻ പെട്ടെന്നൊന്ന് വായിപ്പിക്കാം. ഫിലിപ്പിയർ 2:11. ഫിലിപ്പിയർ 2:11 ഇങ്ങനെ പറഞ്ഞു: യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പൊ യേശു കർത്താവെന്ന് എല്ലാവരും പറഞ്ഞേ പറ്റൂ ഒരു ദിവസം, അല്ലേ? അപ്പൊ ഒന്ന് ഓർത്ത്, ആ വാക്കിന്റെ എത്രത്തോളം മഹത്വമുള്ളത് ആ വാക്ക്. സകല ഭൂലോകരും യേശു കർത്താവെന്ന് പറഞ്ഞേ പറ്റൂ. എന്തിന്? ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി. നമ്മളെല്ലാം പാട്ട് പാടും, അല്ലേ? എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ആ വാക്കൊന്ന് ഓർത്തു നോക്കിയേ. അപ്പൊ എന്റെ അടുത്ത് യേശു മാത്രം കർത്താവ് എന്ന് പറയണമെങ്കിൽ പല കർത്താക്കളും ഉണ്ട്. നമ്മൾ ഓർക്കും നമ്മുടെ ജീവിതത്തിൽ വേറെ ഏതാ കർത്താവെന്ന്. നിങ്ങൾ ഓർക്കും വിഗ്രഹാരാധന ഇല്ലെന്ന്. പല ബന്ധുക്കോസുകാരും വിചാരിക്കുന്നു നമുക്കൊന്നും വിഗ്രഹാരാധന ഇല്ലെന്ന്. വിഗ്രഹാരാധന ഉള്ളവരാ ബന്ധുക്കോസുകാർ. എങ്ങനെയാന്ന് ഞാൻ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവല്ലാതെ കർത്തൃത്വം നടത്തുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്ന ആ വ്യക്തി നിങ്ങളുടെ വിഗ്രഹം. മനസ്സിലാവുന്നുണ്ടോ? തീരുമാനങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ കർത്താവല്ലാതെ ആരാണോ എടുക്കുന്നത് അവരാ നിങ്ങളുടെ വിഗ്രഹം. ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കാം നിങ്ങളുടെ വിഗ്രഹം. പലപ്പോഴും നമ്മൾ മറ്റു വിഗ്രഹങ്ങളെ കുറിച്ച് പറയും, എന്തുവാ, പക്ഷെ ചിലപ്പോൾ നമ്മൾ തന്നെ നമുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്ത് കൊടുക്കാൻ, എന്നാലും എനിക്ക് ഇതാ ഇഷ്ടം, ഈ വിവാഹം ദൈവഹിതമല്ലെന്ന് പറഞ്ഞാലും എന്നാലും എനിക്ക് ഇതാ ഇഷ്ടം. കർത്താവ് പറയും, മോളെ ഇന്ന ജോലി എടുത്താൽ മതി. അല്ല കർത്താവ്, എനിക്ക് ഇന്നതാ ഇഷ്ടം. ആ കർത്തൃത്വം അങ്ങോട്ട് കൊടുത്തിട്ടില്ല. കാരണം നമ്മുടെ സെൽഫ്, സ്വയം അങ്ങോട്ട് മരിച്ചിട്ടില്ല, അത് അങ്ങോട്ട് കൊടുത്തിട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും നമ്മൾ കർത്താവിന്റെ ഡിസൈപ്പിൾസ്, ശിഷ്യന്മാരാന്നാ പറയുന്നല്ലേ. ഞാൻ കർത്താവിന്റെ പൈതലാന്ന് പറയുന്നു. പക്ഷെ സ്വയം ത്യജിക്കാത്തവർക്ക് ആർക്കും ദൈവ പൈതൽ എന്ന് പറയാൻ പറ്റത്തില്ല. സ്വയം ത്യജിക്കണം. സ്വയം എന്ന് പറയുന്ന സ്വന്തം ഇച്ഛകൾ, ഇഷ്ടങ്ങൾ, തീരുമാനങ്ങൾ ത്യജിക്കാത്ത ഒരു വ്യക്തിക്ക് കർത്താവിന്റെ ഡിസൈപ്പിൾ ആകാൻ പറ്റത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം, നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് തന്നെത്താൻ ത്യജിക്കണമെന്ന്. തന്നെത്താൻ ത്യജിക്കാന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടങ്ങൾ ത്യജിക്കാന്നാ, താല്പര്യങ്ങൾ ത്യജിക്കാന്നാ, തീരുമാനങ്ങൾ ത്യജിക്കാന്നാ. അപ്പോൾ ഈ കർത്താവിന് വെറുതെ വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല.